വയനാട്ടിൽ കൂടുതൽ ഇടങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ്. വഖഫിന്റെ ഭൂമിയുടെ ലിസ്റ്റ് ജനം ടിവിക്ക് ലഭിച്ചു. കോഴിക്കോടും വിവിധ ഇടങ്ങളിൽ വഖഫിന്റെ ഭൂമിയുണ്ടെന്ന് ലിസ്റ്റിൽ വ്യക്തം. അർജുൻ PS ചേരുന്നു. അർജുൻ, വയനാട്ടിൽ കൂടുതൽ ഇടങ്ങളിൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് വഖഫ് ബോർഡ്. വഖഫിന്റെ ഭൂമിയുടെ ലിസ്റ്റ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നു. എപ്രകാരമാണ് ഈ അവകാശവാദം നീളുന്നത്? തീർച്ചയായും രോഹിണി, ഇപ്പോൾ കൂടുതൽ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡ് അവകാശം സ്ഥാപിക്കുന്ന കൂടുതൽ സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്കായി പുറത്തുവിടുന്നത്. അതായത് കണിയാമ്പറ്റ, മുപ്പൈനാട്, മുട്ടിൽ സൗത്ത്, മുട്ടിൽ നോർത്ത്, പടിഞ്ഞാറത്തറ, തരിയോട്, തൃക്കൈപ്പറ്റ, വൈത്തിരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശം ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള നിരവധി ഏക്കറോളം സ്ഥലങ്ങൾ, അതായത് വയനാട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇപ്പോൾ വഖഫ് അവകാശം സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അല്പസമയം മുമ്പാണ് നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. ആ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നിരവധി സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വൈത്തിരിയിൽ തന്നെ, അല്ലെങ്കിൽ തൃക്കൈപ്പറ്റയിൽ തന്നെ, മുട്ടിലിൽ തന്നെ വിവിധ വാർഡുകളടക്കം ഇപ്പോൾ ഈ വഖഫിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ ലിസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാടിന്റെ ഭൂരിപക്ഷം ഭാഗവും, അല്ലെങ്കിൽ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളടക്കം വഖഫിന്റെ കൈവശമുള്ളത് എന്നുള്ളതാണ് ഈ ലിസ്റ്റിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലിസ്റ്റിൽ കൃത്യമായി തന്നെ അന്ന് രജിസ്റ്റർ ചെയ്ത നമ്പർ അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ആശങ്കപ്പെടുക സ്വാഭാവികമാണ്. മാത്രമല്ല, കോഴിക്കോടുള്ള ചില പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. തിരുവമ്പാടിയിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ലിസ്റ്റ് വന്നിട്ടുള്ളത്. തിരുവമ്പാടിയിലെ നിരവധി മേഖലകൾ ഇത്തരത്തിൽ ഈ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് വയനാട്ടിലെ ജനങ്ങൾ എത്തിപ്പെടുക. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനം TV ഇങ്ങനെ ഒരു ലിസ്റ്റ് പുറത്തുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടാകും. അത്തരത്തിലുള്ള ആശങ്ക ദൂരീകരിക്കേണ്ടത് സർക്കാരാണ്. ഇപ്പോൾ ജനം TV പുറത്തുവിട്ടത് അനുസരിച്ച് നിരവധി സ്ഥലങ്ങളാണ് ഈ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ നിലനിൽക്കുന്നത്. എന്തിനാ തന്നെയും MD രമേശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ വയനാട്ടിലും കോഴിക്കോടുമായിട്ട് നിരവധി സ്ഥലങ്ങൾ വഖഫിന്റെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത. അതെ, ഇന്നിപ്പോൾ തലപ്പുഴയിലെ 10 കുടുംബങ്ങളെ ഞാൻ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല, വയനാട് ജില്ലയിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും വഖഫ് ബോർഡിൻ്റെ ഭൂമിയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ അവകാശവാദം അംഗീകരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം ആളുകളും ഭൂമിയും വീടുമില്ലാത്തവരായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടപലായനത്തിന് ഇരകളാകേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം. ഇത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഈ വിഷയത്തോട് കണ്ണടക്കുകയാണ്. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കോഴിക്കോടും ഇത്തരത്തിൽ അവർ തിരുവമ്പാടിയിലടക്കം ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതെ, തിരുവമ്പാടിയിലുണ്ട്. അതായത് വയനാട് പാർലമെൻറ്റ് മണ്ഡലം മൊത്തം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിരവധി പഞ്ചായത്തുകൾ, ഏതാണ്ട് ഭൂരിപക്ഷം പഞ്ചായത്തുകളും അവരുടെ വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഭീഷണി നേരിടുന്നത്. തിരുവമ്പാടി മണ്ഡലം വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലുണ്ട്. ഈ വയനാട് ജില്ലയിൽ നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാ പഞ്ചായത്തിലും, വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ വയനാട് ജില്ലയിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും വഖഫ് ഭൂമിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ ലാഘവത്തോടുകൂടി കാണേണ്ട വിഷയമല്ല. ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ കുടിയിറക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് BJPയുടെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പുറത്തുവിട്ട ലിസ്റ്റ് അനുസരിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം തൃക്കൈപ്പറ്റ, വൈത്തിരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ, വയനാട്ടിലെ നിരവധി പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ആ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. കണിയാമ്പറ്റയിലുണ്ട്, മുട്ടിലുണ്ട്, മുട്ടിൽ സൗത്ത് മുട്ടിലുണ്ട്, നോർത്ത് മുട്ടിലുണ്ട്, ഇങ്ങനെ വിവിധ ഇടങ്ങളിലുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ജനം TV പുറത്തുവിട്ട ലിസ്റ്റ് അനുസരിച്ച് തിരുവമ്പാടി
തിരുവമ്പാടിയിലടക്കം കോഴിക്കോട് തിരുവമ്പാടിയിലടക്കം ഇത്തരത്തിൽ വഖഫ് അവകാശം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ MD രമേശ് അടക്കമുള്ള അല്ലെങ്കിൽ നവ്യ ഹരിദാസ് NDAയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് അടക്കം തലപ്പുഴയിലെത്തിയിരുന്നു. തലപ്പുഴയിലെ ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു ലിസ്റ്റ് ജനം TV പുറത്തുവിടുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് സർക്കാർ കൃത്യമായ ഉത്തരം നൽകേണ്ടതുണ്ട്. മാത്രമല്ല ജില്ലയിലെ ഈ വയനാട് ജില്ലയിലെ CPM ഘടകം ഇതിന് കൃത്യമായ വ്യക്തമായ ഉത്തരം നൽകേണ്ടതുണ്ട്. അർജുൻ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്, ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. കാരണം ഇത് വഖഫിന്റെ ഭൂമിയുടെ ലിസ്റ്റ് ജനം TVക്ക് ലഭിക്കുമ്പോൾ ഇത് വയനാടും കോഴിക്കോടുമായി ഇങ്ങനെ വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ രീതിയിൽ നടക്കുന്ന ലാൻഡ് ജിഹാദ്. തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം നമുക്ക് പറയാം, ഒരു ലാൻഡ് ജിഹാദ് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. നേരത്തെ P ജയരാജനുമായി സംസാരിച്ചപ്പോൾ P ജയരാജൻ പറഞ്ഞത് തങ്ങൾ അവരുടെ കൂടെയാണ്, അത്തരത്തിൽ കുടിയിറക്കപ്പെടാൻ സാധ്യതയുള്ളവരുടെ കൂടെയാണ് തങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കുകയും പിന്നീട് തങ്ങൾ ഇവരുടെ കൂടെയാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്, എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ളതാണ് കൗണ്ടർ ചോദ്യമായി MD രമേശ് നമ്മളോട് ചോദിച്ചത്. അത്തരത്തിൽ സ്വാഭാവികമായിട്ടും BJP വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. തലപ്പുഴയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വഖഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുന്ന പിറ്റേ ദിവസം തന്നെ ഉപവാസ സമരം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിൽ അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുമുണ്ട്. വയനാട്ടിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വഖഫിന്റെ അധിനിവേശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. വൈത്തിരിയിലടക്കം അല്ലെങ്കിൽ ആ ഒരു മുട്ടിലടക്കമുള്ള തൃക്കൈപ്പറ്റ അടക്കമുള്ള അതായത് വയനാടിന്റെ പ്രദേശങ്ങളെല്ലാം വൈത്തിരി നമ്മൾ ചുരം കടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലമാണ് വൈത്തിരി. അത് കഴിഞ്ഞ് കൽപ്പറ്റയ്ക്ക് അപ്പുറമാണ് തൃക്കൈപ്പറ്റ, തുടർന്ന് മുട്ടിൽ, ഈ താഴെ മുട്ടിൽ, അതുപോലെ തന്നെ നോർത്ത് മുട്ടിൽ, സൗത്ത് മുട്ടിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് തന്നെയാണ് പടിഞ്ഞാറത്തറ. അതായത് വയനാടിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വഖഫിന്റെ ഒരു അധിനിവേശം കടന്നു വന്നിരിക്കുന്നു. ആ ലിസ്റ്റാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അർജുൻ, അതുമാത്രമല്ല ജനം TV ഈ ലിസ്റ്റ് പുറത്തുവിടുന്നതിലൂടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധാരണക്കാർ വലിയ ആശങ്കയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം കാലാകാലങ്ങളായി തങ്ങൾ ജീവിച്ചിരുന്ന വീടും സ്വത്തും ഒക്കെ അന്യാധീനപ്പെടുമോ എന്നുള്ള ആശങ്ക, അതുമാത്രമല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി ഇവർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, ഇങ്ങനെയുള്ള ഒരു വലിയ ദുസ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ജനത മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രോഹിണി, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം അതായത് വഖഫിലെ ഈ ബോർഡ് പറയുമ്പോൾ ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പണ്ട് മുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ 1940കളിലോ 50കളിലോ ഭൂമി സ്വന്തം കയ്യിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയവരാണ്. പക്ഷെ അവരിപ്പോൾ ഉടമസ്ഥരല്ല, അവർ നോക്കി നടത്തിപ്പുകാർ മാത്രമായി മാറുകയാണ്. അതായത് ഭൂമി നോക്കി നടത്തുന്ന ആളുകൾ മാത്രമായി മാറുകയാണ്, ഭൂമിയുടെ കാവൽക്കാർ മാത്രമായി മാറുകയാണ്. അവിടെ ഒരു ഉടമസ്ഥാവകാശം ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അതായത് ഇവർക്ക് വിൽക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഭൂമി നേരത്തെ തന്നെ വഖഫിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ വഖഫിന് അവകാശപ്പെടാം. അതായത് തങ്ങൾക്കാണ് ഈ ഭൂമി എന്നുള്ളത് വഖഫിന് അവകാശപ്പെടാം. പക്ഷേ അത് നിർണ്ണയിക്കേണ്ടതും അല്ലെങ്കിൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം വഖഫിനില്ല. അത് ഉത്തരവാദിത്വം മാത്രം ഈ ഒരു ആരിലാണോ ആരോപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരുടെ ഭൂമിയാണോ വഖഫ് അവകാശപ്പെട്ടത് അവരാണ് തങ്ങളുടെ ഭൂമി ഇത് വഖഫിന്റെ ഭൂമിയല്ല എന്നുള്ളത് പറയേണ്ടത്. അതും പറയേണ്ടത് വഖഫ് ബോർഡിന് മുൻപിലാണ്. വഖഫ് ബോർഡിന് മുൻപിലെത്തുമ്പോൾ ഈ CPM നേതൃത്വം നൽകുന്ന ഈ സർക്കാർ ഭരിക്കുന്ന നോമിനികളാണ് ഈ വഖഫിലുള്ളത്, വഖഫ് ബോർഡുകളുള്ളത്. അങ്ങനെയെങ്കിൽ ഇവർ നിർമ്മിച്ച നിയമം CPM അടങ്ങുന്ന ഈ ഭരണകക്ഷി നിർമ്മിച്ച നിയമം എന്തുകൊണ്ട് അത് പിൻവലിക്കുന്നില്ല? സ്വാഭാവികമായിട്ടും CPM പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ വഖഫിൽ നിന്നും നോട്ടീസ് വന്ന ആളുകളുടെ കൂടെയാണ്, അത്തരത്തിൽ കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ആളുകളുടെ കൂടെയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ട് ഈ നിയമം പുനഃപരിശോധിച്ചുകൂടാ? ഈ ലിസ്റ്റ് നൽകുന്നതിൽ നിന്ന് സർക്കാരിന് എന്തുകൊണ്ട് പിന്മാറണമെന്ന് വഖഫിനോട് ആവശ്യപ്പെട്ടുകൂടാ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ലിസ്റ്റ് അനുസരിച്ച് വയനാടിന്റെ ഭൂരിപക്ഷം ഭാഗവും ഈ വഖഫിന്റെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വഖഫിൻ്റെതായിട്ടുള്ള കടന്നുകയറ്റം വയനാട്ടിലും എത്തിയിരിക്കുന്നു. ഇന്നലെ തലപ്പുഴയിലാണെങ്കിൽ ഇന്ന് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം കടന്നു വരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്രയും ഒരു ലിസ്റ്റ് പുറത്തുവിടുന്നത്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാവും. മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ ആളുകളുമായി
പ്രതിനിധികളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനുള്ളിൽ അവരുടെ പ്രതികരണവും നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. ശരി, തീർച്ചയായും അർജുൻ. എന്തായാലും ഈ ഇടങ്ങളിലുള്ളവർ സ്വാഭാവികമായും ആശങ്കയിൽ വീഴാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. വയനാട്ടിൽ കൂടുതൽ ഇടങ്ങളിലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയുടെ ലിസ്റ്റ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുകയാണ്. കോഴിക്കോടും വിവിധയിടങ്ങളിൽ അധിനിവേശമുണ്ട് എന്നുള്ളത് ലിസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നു. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.